അപ്പം ഇന്ന് നമ്മളെ 3ാമത്തെ ദിവസമാണ് ബാംഗ്ലൂർ ഊബറിൽ. 2ാമത്തെ ദിവസത്തിന് വീഡിയോ ഞാൻ ഇട്ടില്ല, കാരണം 1ാമത്തെ ദിവസം തന്നെ ഞാൻ റൂമിലേക്ക് പോയിട്ടില്ല. ഞാൻ ഇന്നലെ വൈകിട്ട് 4 മണിക്കാണ് റൂമിൽ എത്തിയത്. പിന്നെ നല്ലൊരു ഉറക്കം കണ്ട് ഉറങ്ങി, നല്ല ഓട്ടമൊക്കെ ഓടി. New message from Vinay. Are you really coming? ഗസ്റ്റിന്റെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗസ്റ്റ് അവിടെ റോഡ് സൈഡിൽ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ഞാനാണെങ്കിൽ നല്ല ബ്ലോക്കിലും പെട്ട് നിൽക്കുക. ഗസ്റ്റ് വിചാരിക്കുന്നത് ഞാൻ വരുന്നില്ല എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ഗസ്റ്റ് നിൽക്കുന്നത്. ഭയങ്കര ബ്ലോക്കാ, നോക്കിയാട്ടെ, ഭയങ്കര ബ്ലോക്കാ. എത്ര നേരമായി എന്നറിയ ബ്ലോക്കിൽ. ഇവിടുത്തെ ഒരു പ്രശ്നതാ, ഇത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം നമുക്ക്. ഭയങ്കര ബോറടിക്കുക. ചില ആളുകൾക്ക് ഫസ്റ്റ് ദിവസം തന്നെ മടുപ്പ് വരും. ഇവിടെ ഇങ്ങനെയാണെന്നുള്ള റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് വരണം, അതിന് റെഡി ആണ് എന്നുണ്ടെങ്കിൽ മാത്രം. പിന്നെ ഞാൻ ഫസ്റ്റത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആരൊക്കെ കണ്ടിക്കണ് കുറച്ചാൾ കണ്ടിട്ടുള്ളൂ. അപ്പം നിങ്ങൾ മാക്സിമം കയറിയിട്ട് കാണുക, അതിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കേൾക്കുക. നിങ്ങൾക്ക് താല്പര്യമുള്ളതിനനുസരിച്ചൊക്കെ എന്നോട് സംശയവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കുക. സംശയവും കാര്യങ്ങളൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ മോർണിംഗ് ഇപ്പം ഈ സമയത്ത് ഞാൻ ഇറങ്ങിയതാണ് എൻ്റെ ഫസ്റ്റ് ട്രിപ്പ്. ആ ട്രിപ്പ് ആ ഗസ്റ്റ് ക്യാൻസൽ ചെയ്ത്, കാരണം ആൾക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല, ഭയങ്കര ബ്ലോക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തത് നോക്കാം. എന്തായാലും ഈ ബ്ലോക്കിൽ നിന്നൊന്ന് രക്ഷപ്പെടട്ടെ. ഈ ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെട്ടാലേ ഇപ്പോൾ കാര്യം നടക്കുള്ളൂ. അതിൻ്റെ ഇടയിൽ വേറെ ഓർഡർ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഓർഡർ എടുക്കുകയും ചെയ്യാം. ഇന്നലെ സത്യം പറഞ്ഞാൽ ഇന്നലെ ഞാൻ റൂമിൽ ഡ്യൂട്ടി കഴിഞ്ഞ് നിർത്തി റൂമിൽ പോകാൻ വേണ്ടി ഇരുന്ന സമയത്ത് വണ്ടിൻ്റെ ടയർ അടുത്ത ഓർഡർ വരുന്നുണ്ട്. അടുത്ത ഓർഡർ വന്നിട്ടുണ്ട്. ഒരു 600 സംതിങ്ങിൻ്റെ ഓർഡറാണ്. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് കസ്റ്റമർ നിൽക്കുന്നത്. അവിടുന്ന് മാർത്താളിലേക്ക് പോകാനാണ്. മാർത്താളിലേക്കൊക്കെ ഈ സമയത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഉച്ച ആകുമ്പോൾ അവിടെ എത്താം, അത്രയും ബ്ലോക്കാണ്. അപ്പം എന്തായാലും ആ ട്രിപ്പ് എടുക്കട്ടെ. അപ്പോൾ ഇത്രേ ഉള്ളൂ കാര്യങ്ങൾ. ഇന്നലെ രാവിലെ തന്നെ ഒരു 6 മണി സമയത്ത് ഞാൻ എൻ്റെ ഗസ്റ്റിനെ ഇറക്കി തിരിച്ചു വരുന്ന സമയത്ത് വേറൊരു ഗസ്റ്റ് കയറി. ആ സമയത്ത് ബാക്കിലുള്ളൊരു ബൈക്കാരൻ വന്നിട്ട് പറഞ്ഞതാ ബാക്കത്തെ ടയർ പഞ്ചറാണ്. അപ്പോൾ ഞാൻ ടയർ മാറ്റാൻ വേണ്ടി ചാക്കിയൊക്കെ ഇട്ട് ടയറൊക്കെ ഊരി സ്റ്റെപ്പിന് എടുത്ത് ഇടാൻ വേണ്ടി നോക്കിയപ്പോഴാണ് സ്റ്റെപ്പിനെയും പഞ്ചറാണ്. പിന്നെ ആകെ ലോക്കായി. ഉള്ള ടയർ വെച്ചിട്ട് ഞാൻ വർക്ക്ഷോപ്പിൽ പോയി, പഞ്ചർ കടയിൽ പോയി പഞ്ചറടിക്കാൻ തന്നെ 550 ഉറുപ്പ്യ വാങ്ങിച്ചു. അതിൽ പിന്നെ ചടച്ച്. പിന്നെ എങ്ങനെയും റൂമിൽ എത്തിയാൽ മതി എന്ന് വിചാരിച്ച് ഞാൻ റൂമിലേക്ക് ലൊക്കേഷൻ ഇട്ട് ട്രിപ്പ് എടുത്ത് വൈകിട്ട് 4 മണിയായി. പിന്നെ അത്യാവശ്യം ഓടിയപ്പോൾ ഞാൻ പിന്നെ എന്തായാലും വേണ്ടിയില്ല എന്നുള്ള കരുതിയിട്ട് ഞാൻ റൂമിലേക്ക് പോയി. അത്രയും ടയേർഡായിരുന്നു, ഉറങ്ങിയിട്ടില്ലായിരുന്നു ആ ഒരു ഇതായിട്ട്. അപ്പം ഇന്നലെ നല്ല ഉറങ്ങിയപ്പം ഈ സമയത്ത് ഇറങ്ങിയതാണ്. ഈ ബ്ലോക്കും കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണവരാണെന്നുണ്ടെങ്കിൽ വന്നാൽ മതി കേട്ടോ. അല്ലെങ്കിൽ വെറുതെ നിങ്ങൾ ഡെപ്പോസിറ്റ് എമൗണ്ട് കളയാൻ നിൽക്കണ്ട. 3 മാസം ജോലി ചെയ്താൽ മാത്രമേ ആ ഡെപ്പോസിറ്റ് എമൗണ്ട് തിരിച്ചു കിട്ടുള്ളൂ. അപ്പം ഓക്കെ, ഞാൻ ആ ഗസ്റ്റിനെ എടുത്ത് അവരെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം വരാം. 1/2 മണിക്കൂറായി ബ്ലോക്കിലിരിക്കണം. ഈ സമയം വരെ ആയിട്ട് ബ്ലോക്ക് മാറിയിട്ടില്ല. ഈ ഇരുത്തങ്ങനെ ഇരിക്കുക അവിടെ. ആ ഗസ്റ്റ് ആണെങ്കിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കണം. ഒരു പെണ്ണാണ്, ഡ്യൂട്ടിക്ക് പോവാനാ. അതിനെ കൊണ്ടുപോകാനുള്ള സ്ഥലം മാർത്താളിയാണ്. അത് ഇതിലും വലിയ ചൊറ പിടിച്ചൊരു സ്ഥലമാണ്. പിന്നെ നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഒഴിവാക്കാൻ പറ്റൂല. അക്സെപ്റ്റിംഗ് റേറ്റ് ഭയങ്കരമായിട്ട് കുറയും. ഫസ്റ്റ് ടൈമിൽ അതൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രിപ്പ് അടിക്കണ കുറയും. പിന്നെ നമ്മൾ ഭയങ്കര പോസ്റ്റ് ആവും, നമുക്ക് ടാർഗറ്റ് ആവാൻ കഴിയൂല. അങ്ങനത്തെ കുറേ ചൊറകളുണ്ട് ഇതിൽ. മാക്സിമം വരുന്നവർ അത്രയും വണ്ടി ഓടിക്കാൻ അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരും നല്ല ക്ഷമയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെന്നുള്ളൊരു ഉണ്ടെങ്കിൽ മാത്രമേ ഈ പരിപാടിക്ക് പൈസ കൊടുത്തിട്ട് വന്നാൽ മതി കേട്ടോ. പിന്നെ ഇവിടെ കുറേ ഉഡായ്പ ടീമുകളുണ്ട്, ഉഡായ്പ ഫ്ലീറ്റുകൾ വേറെ ഉണ്ട്. അതിലൊന്നും പോയി ചാടാതിരിക്കുക. അതേപോലത്തെ ഈ സാലറിയൊക്കെ മന്ത്ലി സാലറി വെച്ചിട്ട് അങ്ങനെ ഡ്രൈവർമാരെ കൊണ്ടുവന്ന് ഓടിപ്പിക്കുന്ന ടീമുകളുണ്ട്, ഏജന്റുമാർ. അതിലൊന്നും പോയി ചാടാണ്ടിരിക്കുക കഴിയണതും. അങ്ങനത്തെ ഒക്കെ ഭയങ്കര പറ്റിക്കപ്പെടും ആൾക്കാർ വന്നിട്ട്. 2 ദിവസം പോലും മര്യാദയ്ക്ക് പണിയെടുക്കാൻ പറ്റൂല അങ്ങനെയുള്ളതിലൊന്നും. ബാക്കിലൊരു ആംബുലൻസ് വന്നിട്ട് കുറേ നേരമായി കിരീന്ന് പറയണ്, ആരും സൈഡ് കൊടുക്കൂല. ഇവിടെ അങ്ങനെയാണ്. നമ്മളെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേഗം സൈഡ് കൊടുത്ത് ആയ ക്ലിയർ ആക്കും. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ എല്ലാവർക്കും തിരക്കാ.
എല്ലാവർക്കും തിരക്കാണ്, ആർക്കും സമയമില്ല, ആർക്കും മറ്റുള്ളവരെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇന്നലെ ആ ടയർ പഞ്ചറായപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഞാൻ ബുദ്ധിമുട്ടിപ്പോയി. വണ്ടി ഒന്ന് വാഷ് ചെയ്യണം, ക്ലീൻ ആക്കണം എന്ന് വിചാരിച്ചിട്ട് അത് ഇതുവരെ നടന്നിട്ടില്ല. ഒക്കെ ചെയ്യണം. പിന്നെ ഇങ്ങോട്ട് വരുന്നവര് റൂമിനൊന്നും ബുദ്ധിമുട്ട് വരുമൊന്നുമില്ല കേട്ടോ. റൂം എങ്ങനെയെങ്കിലൊക്കെ ഇവിടെ വന്ന കൂടെയുള്ള ഡ്രൈവർമാരുടെ അടുത്തുനിന്നോ അങ്ങനെയൊക്കെ ആയിട്ട് ഷെയറിങ് റൂമും കാര്യങ്ങളൊക്കെ കിട്ടും. റൂമിനൊന്നും ഇവിടെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരുമൊന്നുമില്ല. പിന്നെ ഇത് തന്നെ പൈസ അത്യാവശ്യമാവും. അപ്പൊ ആർക്കൊക്കെ എങ്ങനെയൊക്കെ വേണ്ടിയെന്നുള്ളത് പറഞ്ഞാല് എനിക്ക് മെസ്സേജ് അയച്ചാല് കാര്യങ്ങൾ ഞാൻ അനുസരിച്ച് ഞാൻ റെഡിയാക്കി തരുന്നുണ്ട് ഇൻഷാ അള്ളാ. ഞാൻ ഇന്നലത്തെ വീഡിയോ ഫസ്റ്റ് വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലിൽ കയറിയിട്ട് കണ്ടാൽ മതി. അതിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇനിയും അറിയേണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കല് കമൻറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ പറ്റിയിട്ട് ഞാൻ ചെയ്തു തരുന്നുണ്ട്. ഓക്കെ, നമ്മൾ ബ്ലോക്കിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ആ ഗസ്റ്റിൻ്റെ അടുത്ത് എത്താനായി. ആ സമയത്ത് അവരത് ക്യാൻസൽ ചെയ്ത്. ഇങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകൾ ഇതിലുണ്ട്. ഞാൻ എത്ര സമയം വെയിറ്റ് ചെയ്ത് എത്ര എണ്ണ ഇതിൽ ഞാൻ സ്പെൻഡ് ചെയ്തിട്ടാണെന്നറിയാം ഇവിടേക്ക് എത്തിയപ്പോൾ തന്നെ അവർ ക്യാൻസൽ ചെയ്ത്. അതുവരെ വെയിറ്റ് ചെയ്തോളാന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചതാണ്. എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഇതിലുണ്ട്, കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. ഞാനിപ്പം സൈഡാക്കി എന്തെങ്കിലും കഴിക്കാന്നുള്ള കാര്യത്തിൽ രാവിലെ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. ഒരു നുറുക്ക കഴിക്കണം. കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയൊരു ട്രിപ്പ് അടിച്ചു, ഒരു 119 റുപ്യേൻ്റെ ചെറിയ ട്രിപ്പാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെ എടുത്തിട്ട് ഒന്ന് വിട്ടുകൊടുക്കാനുള്ളൂ. അപ്പോൾ അത് പോയോ കേട്ടെ. അത് ഇതുമാതിരി ഇനി ക്യാൻസലാക്കാൻ ഞാൻ മതിയായിരുന്നു. രാവിലെ മുതലേ ഇങ്ങനത്തെ കുറച്ച് ലക്ഷണക്കേടുകളുണ്ട്. റെയിൽവേ സ്റ്റേഷൻ എന്നാണ് ട്രിപ്പ് ഇട്ട് ഗസ്റ്റിനെ കൊണ്ട് സാധനമൊക്കെ ഡിക്കിയിൽ വെപ്പിക്കണ്ട, എനിക്ക് ഇറങ്ങാൻ വേണ്ടിയായിട്ട്. അപ്പം അതെടുത്ത് പോട്ടെ. ഓക്കെ, പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും വരാം. അപ്പോൾ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അടുത്ത ട്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇത് ഒരു ഹോസ്റ്റലിലേക്ക്, അതായത് റവ യൂണിവേഴ്സിറ്റി ഉണ്ട്. റവ യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിലാണ്. ഇവിടെ ഒരു ഹോസ്റ്റലിലേക്ക് വന്നതാണ് പയ്യൻ, ഒഡീസിക്കാരനാണ്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഓർഡർ ഇവിടെ നിന്ന് അടിക്കണം. അതുവരെ ഇനിയിപ്പോൾ ഇവിടെ പോസ്റ്റ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അത്രയും ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ മാത്രം വന്നാൽ മതിയല്ല. അത് വെറുതെ പൈസ മുടക്കി വെറുതെ ചിലവാക്കാനായിട്ട് ആരും വരണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാവും. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ അതിനനുസരിച്ച് ചെയ്യും. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ജോബോ കാര്യങ്ങളോ കൺസൾട്ടൻസിയോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹവും ആവശ്യങ്ങളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ചോദിക്കുക, പറഞ്ഞാൽ മതി. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു തരാം. നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ്. ഓക്കെ, കറക്റ്റായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് എത്രത്തോളം എന്നെ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. രാത്രി മീൻസ് ഒരു 2:30 പുലർച്ചെ ടൈമാണ്. കണ്ടിന്യൂസ് ഓട്ടമായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു 2 മണിക്കൂർ ഞാൻ റൂമിൽ പോയിട്ട് ഫുഡ് കഴിക്കാനൊക്കെ വേണ്ടി റെസ്റ്റ് എടുത്ത്. കുഴപ്പമില്ല, ഇങ്ങനെ കുറേ ഓടിയിന്ന്. അപ്പോൾ മെയിനായിട്ട് പറയാനുള്ളത് ഒരു മിനിറ്റ്, വണ്ടി ഞാനിപ്പോൾ എയർപോർട്ടിലാണുള്ളത്. എയർപോർട്ടിൽ എനിക്കൊരു ഡ്രോപ്പ് കിട്ടി ടെർമിനൽ 2-ൽ. അവിടെ നിന്ന് ഞാൻ ഇപ്പോൾ ടെർമിനൽ 1-ലേക്ക് വന്നിരിക്കുകയാണ്. ടെർമിനൽ 1-ൽ വന്നിട്ട് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് എയർപോർട്ടിലേക്ക് കയറിയത്. കുറച്ച് പഠിക്കാനുണ്ട്. ഫസ്റ്റ് ടൈമായിട്ട് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഇടങ്ങേറാവും, കുറച്ചൊന്ന് പഠിക്കാനുണ്ട് അതിൽ. അപ്പോൾ ഒന്നുമില്ല, അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ റിക്വസ്റ്റ് ചെയ്താൽ ഇൻഷാ അള്ളാ ഞാൻ അടുത്ത പ്രാവശ്യം ഒരു വരവ് വന്നിട്ട് അതിൻ്റെ കറക്റ്റ് വീഡിയോ ഞാൻ ചെയ്തുതരാം. എങ്ങനെ അറൈവൽ 2-ലേക്ക് പോണതും അറൈവൽ 1-ലേക്ക് പോണതൊക്കെ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാൻ ഒന്നൊന്ന് സ്വീപ്പായി 2-3 റൗണ്ട് ഞാൻ ചുറ്റേണ്ടി വന്നു. അത്യാവശ്യം ഓടാനുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇന്ന് പിന്നെ പകല് നമുക്ക് വല്ലാതെ വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. എനിക്കിന്ന് കുറേ മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ബ്രോ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ, എന്താണ് കാര്യങ്ങൾ. അവർ കുറേ ആൾക്കാർ നെഗറ്റീവൊക്കെ അടിക്കുന്നുണ്ട്. അപ്പം എനിക്ക്
പറയാനുള്ള ഇതാണ്, ഈ 12,000 ഡെപ്പോസിറ്റ് കൊടുക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യം. അപ്പം ഞാനായാലും ഈ 12,000 ഡെപ്പോസിറ്റ് കൊടുത്തിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്, ഞാൻ ഈ വർക്ക് ചെയ്യണത്. എൻ്റെ ഏണിങ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ട് ഞാനൊരു വീഡിയോ ഞാൻ ചെയ്യാം. ഞാൻ ഈ ഒരു 1 വീക്ക് കഴിയട്ടെ, അതായത് മൺഡേ കഴിയട്ടെ എന്ന് കരുതിയിട്ടിരിക്കുകയാണ് ഞാൻ. അല്ലാതെ വേറെ ഒന്നുമില്ല. ഞാനത് പിന്നെ വീഡിയോ എന്തായാലും ഞാൻ ചെയ്യും. പിന്നെ ഇതന്നെ എയർപോർട്ടിൻ്റെ. അപ്പം എയർപോർട്ടിൽ വരുന്നവർ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ അതിനായിട്ടുള്ള സ്പെഷ്യൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണതാണ്. പിന്നെ നമുക്ക് ഫ്ലൈറ്റിൽ ഞാൻ അന്വേഷിച്ചിടത്തോളം ഒരു 7 ടൈപ്പ് പ്ലാനുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇൻഷാ അല്ലാഹ് ഞാനൊരു ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യണതായിരിക്കും. പിന്നെ ചില ആൾക്കാർ എന്നെ വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അക്കോമഡേഷൻ ഒക്കെ കിട്ടുമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ നമുക്ക് ആരെങ്കിലും ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ അവരെ കൂടെ താൽക്കാലികമായിട്ട് തങ്ങാം. എന്നിട്ട് നമ്മളെ പരിചയപ്പെട്ട ഡ്രൈവേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അവരുടെ അടുത്ത് നിന്ന് ഷെയറൊക്കെ ആക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ നിങ്ങൾ ഈ ഫ്ലൈറ്റിൽ വരുന്ന സമയത്ത് തന്നെ, കാർ എടുക്കാൻ വരുന്ന സമയത്ത് തന്നെ എങ്ങനെയായാലും കൂട്ടിന് കുറച്ച് പേരും കൂടി ഉണ്ടാവും എന്തായാലും അവിടെ. ഇപ്പം ഞാൻ പോയ സമയത്തും എനിക്ക് 2-3 ആൾക്കാരൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവരുടെ അടുത്ത് ഞാൻ സംസാരിച്ചപ്പോൾ അവർ ആടാ ഞങ്ങളെ റൂമുണ്ട്, ഞങ്ങൾ അറേഞ്ച് ചെയ്യാല്, നമുക്ക് റൂം എടുക്കാം, അങ്ങനെയൊക്കെ സംസാരിച്ചിന്. അപ്പം അങ്ങനെയൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ കമ്പനീൻ്റെ വക തന്നെ അവിടെ റൂമുണ്ട്, അതായത് നമ്മളെ ഫ്ലീറ്റിന് അവിടെ അക്കോമഡേഷൻ ഉണ്ട്. അവരോട് ചോദിച്ചിട്ട് താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് റൂം ആവണത് വരെ അവിടെ തങ്ങാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതിനൊന്നും ബുദ്ധിമുട്ടില്ല. ഈ ഡെപ്പോസിറ്റ് 12,000 എന്തായാലും കൊടുക്കണം, അത് നിർബന്ധം. അത് ചില ഇന്നിപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ച് അത് നമുക്ക് 500 വെച്ചിട്ട് ഡെയിലി അങ്ങനെ കൊടുത്താൽ അത് നടക്കൂല. കാരണം അവർ ഇത്രയും വിലൻ്റെ ഒരു വണ്ടി നമ്മളെ വിശ്വസിച്ച് നമ്മളെ കയ്യിൽ തരികയാണ്. അപ്പോൾ അതിനൊരു ഡെപ്പോസിറ്റ്, അതും 90 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ആ എമൗണ്ട് നമുക്ക് തിരിച്ച് തരും ചെയ്യും. അപ്പോൾ നമ്മളത് കൊടുക്കണം, അത് ബാധ്യസ്ഥരാ. ജോലി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് കൊടുക്കണം, അല്ലാതെ വെറുതെ ആരും ജോലി തരുമൊന്നുമില്ല. ഇപ്പം ഞാൻ രാവിലെ 9 മണിക്ക് ഇറങ്ങിയ ആളാണ്. അപ്പം പുലർച്ചയ്ക്ക് 2:45 പിറ്റേ ദിവസം ഇത് 2 മണിക്കൂറൊന്നും ജസ്റ്റ് ഞാനൊന്ന് റൂമിൽ പോയി റെസ്റ്റ് എടുത്തിട്ടുള്ളൂ. അത് രാത്രിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുക. പണിയെടുത്താൽ അവിടെ പൈസ ഉണ്ടാവും, പണിയെടുത്തിട്ടില്ലേ ഒന്നും ഉണ്ടാവില്ല. വെറുതെ ബാംഗ്ലൂരിൽ എൻജോയ് ചെയ്യാനാണ് വരുന്നതെന്ന് വെച്ചാൽ ആരും വരരുത്. എല്ലാ ജോലി ചെയ്യാൻ അത്രയും ഇൻട്രസ്റ്റിൽ വരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ആരായാലും വന്നാൽ മതി. നമ്മളെ ഫസ്റ്റ് ഡേൻ്റെ വീഡിയോസ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് ആദ്യം അത് പോയിട്ട് കാണി, പിന്നെ ഇത് കണ്ടാൽ മതി. കാരണം അതിൽ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. ഞാനിപ്പോൾ അവിടെ ലൈൻ നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളെ എയർപോർട്ടിൽ എപ്പോഴും വന്നാൽ അടിച്ചോളണമെന്നൊന്നുമില്ല, ഓർഡർ അടിച്ചോളണമെന്നൊന്നുമില്ല. ഇപ്പം നല്ല ലൈനുണ്ട്, നല്ല വണ്ടികളുണ്ട്. അപ്പം ഞാൻ അവിടെ നിന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണോ ഓർഡർ വന്നാൽ അപ്പോൾ പോകണം എന്നുള്ള മൈൻഡിലാണ്. അത്യാവശ്യം ഓടിയെന്ന്. അപ്പം എന്തായാലും ഇന്നിപ്പം റെസ്റ്റ് എടുക്കാമെന്ന് കരുതി കുറച്ച് നേരം ലൈനിൽ നിന്നിട്ട്. അപ്പം എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക, ഒക്കെ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഞാൻ ഈ ഫ്ലൈറ്റിൻ്റെ ഫുൾ പ്ലാനുകൾ ഒരു 7 പ്ലാൻ എൻ്റെ അറിവിൽ ഇപ്പം ഉണ്ട്. ആ 7 പ്ലാനിനെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ഞാൻ ചെയ്യാം. ഓക്കെ, നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിൽ ഞാൻ ചെയ്യാം. അതുപോലെ തന്നെ ഈ എയർപോർട്ടിൽ കയറി വരുന്ന കാര്യങ്ങളും ഒക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനൊന്നൊരു പകൽ ടൈം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വരുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഞാൻ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ട് പോസ്റ്റ് ഇടാം. എനിക്ക് വേണ്ടത് നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളും മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് കാണാം.